ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ നത്തനേൽ ബിനു വർഗീസ്, വേങ്ങൽ ശാലെ മർത്തോമ ഇടവകയുടെ ഒരംഗമാണ്. എനിക്കിങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന CSSMലെ അങ്കിളിനോടും പ്രത്യേകമായി നന്ദി ആദ്യമേ ഞാൻ അറിയിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ പിതാവേ, അങ്ങയുടെ വചനം പങ്കിടുവാനും ധ്യാനിക്കുവാനും ഒരു നല്ല സന്ദർഭം കൂടി ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. അടിയന്റെ നാവിലൂടെ വരുന്ന വാക്കുകൾ ദൈവനാമ മഹത്വത്തിനായി കേൾക്കുന്നവരുടെ ഉള്ളങ്ങളിൽ പ്രവർത്തിക്കുമാറാക്കണമേ. ആമേൻ. ഇന്നത്തെ വചനചിന്തയ്ക്കായി എനിക്ക് ലഭിച്ചിരിക്കുന്ന വേദഭാഗം മർക്കോസ് 7:14 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ്. ആന്തരികവും ബാഹ്യവുമായ ശുദ്ധിയും അതിൻ്റെ പ്രാധാന്യവുമാണ് ഇവിടെ പറയുന്നത്. പാപത്തിൻ്റെ ഉറവിടം നമ്മുടെ തന്നെ ഹൃദയങ്ങളിലും ചിന്തകളിലുമുള്ള മലിനത ആണെന്നും ആ അഴുകിയ വേരിനെ പിഴുതെറിയാതെ ശുദ്ധീകരണമില്ലെന്നും ഇവിടെ യേശു ഊന്നി പറയുന്നു. ഈ അതിപ്രധാന വസ്തുതയെ ഉറപ്പാക്കാനെന്ന വണ്ണം യേശു വാക്യം 14 എല്ലാവരും കേട്ട് ഗ്രഹിച്ചുകൊള്ളുവിൻ എന്നും വാക്യം 16 കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നും പറയുന്നതായി വായിക്കുന്നു. ചെവി മനുഷ്യർക്ക് ഒരുപോലെ ദാനമായി ലഭിച്ചിരിക്കുന്ന ഒരു അവയവമാണ് ചെവി. ചെവികളില്ലാതെ ജനിക്കുന്നവർ വളരെ വിരളമാണല്ലോ. അതിനാൽ തന്നെ എല്ലാവരും കേട്ട് ഗ്രഹിച്ചുകൊള്ളുവീൻ എന്ന യേശു പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഈ ഉപദേശ സത്യങ്ങൾ ഒരാൾക്ക് വേണ്ടിയല്ല, രണ്ടാൾക്ക് വേണ്ടിയുമല്ല. പിന്നെയോ ജാതി, വംശം, പദവി, ഭാഷ, പ്രായഭേദമന്യേ ഏവരോടും യേശുവിൻ്റെ സന്ദേശം എല്ലാവരും കേൾക്കണം. കേട്ട് മനസ്സിലാക്കി ഗ്രഹിക്കണമെന്നാണ് യേശുവിൻ്റെ ആഗ്രഹം. ഇനി ഏത് ശബ്ദവും കേൾക്കണമെങ്കിൽ ചെവി വേണ്ടേ? അപ്പോൾ കേൾപ്പാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ എന്ന് വാക്യം 16 എടുത്തു പറയുന്നു. അതെന്തിനായിരിക്കും? ഒരു ദിവസത്തിൽ ചെവിയുള്ളവരായ നാം എത്ര ശബ്ദങ്ങളാണ് കേൾക്കുന്നത് എന്ന് പറയാമോ? സംഭാഷണങ്ങൾ, തർക്കങ്ങൾ, ശകാരങ്ങൾ, വാഹനങ്ങളും ഹോണുകളും ചെണ്ടമേളകൾ, പക്ഷിമൃഗാദികൾ മുതലായ വലിയ ശബ്ദങ്ങളാണ് കൂടുതലും നാം കേട്ടതായി ഓർക്കുന്നത്, അല്ലേ? പിന്നെ കണ്ണുകളടച്ച് ശാന്തമായി കുറച്ചു നേരം ഇരുന്നാൽ, കുറച്ചുകൂടി ശ്രദ്ധിച്ചാൽ കാതുകളിൽ എത്തുന്നത് ഓരോ പക്ഷികളുടെയും വേറിട്ട ശബ്ദങ്ങൾ, പല്ലുകളുടെയും ചീവീടുകളുടെയും കാറ്റത്തിളകിയാടുന്ന മരച്ചില്ലുകളുടെയും ഉണങ്ങിയ ഇലകളുടെയും ഒക്കെ ശബ്ദം ആയിരിക്കും, അല്ലേ? ഇനിയും ക്ഷമയോടെ കാതുകൾ കൂർപ്പിച്ചിരുന്നാൽ ചെറിയ ചെറിയ ചലനങ്ങൾ, അടുത്തിരിക്കുന്നവരുടെയും നമ്മുടെയും ശ്വാസഗതികൾ വരെ നമുക്ക് കേൾക്കുവാൻ പറ്റുന്നതായി കാണാം. അപ്പോൾ ചെവിയുള്ളവർ ഒട്ടുമിക്ക പേരും കേൾക്കുന്നു. എന്നാൽ കേൾവിക്കാർ പലവിധമാകുന്നു. ദൈനംദിന ശബ്ദം തന്നെ നമ്മിൽ പലരും കേട്ടാലും അവയൊന്നും മനസ്സിൻ്റെ ഉള്ളിൽ കടക്കുന്നില്ല. ചിലരുടെ ശ്രദ്ധ പല കാര്യങ്ങളിൽ പതിരിപ്പോകുന്നത് കൊണ്ട് കേട്ടാലും വേണ്ടുന്നത് കേൾക്കുന്നില്ല. ചിലരുടെ പക്കൽ തിരക്ക് കാരണം സമയമില്ലാത്തതിനാൽ വേണ്ടുന്നത് പോലെ കേൾക്കുന്നില്ല. ചിലർക്ക് കേൾക്കണമെന്ന ആഗ്രഹമേ ഇല്ലാത്തതിനാൽ കേൾക്കുന്നുണ്ടെങ്കിലും നിലനിൽക്കുന്നില്ല. ചിലർ കേട്ടിട്ട് എന്ത് പ്രയോജനമെന്ന് ചിന്തിച്ച് അരിഞ്ഞുകൊണ്ട് അവഗണിക്കുന്നു. എന്നാൽ ചിലർ കേട്ടത് അധികം ശ്രദ്ധയോട് ഉൾക്കൊണ്ട് അതിന്മേൽ പ്രവർത്തിക്കുന്നു. അവരിൽ പരിവർത്തനമുണ്ടാകുന്നു. ഈ അവസാനം പറഞ്ഞ കേൾവിക്കാരിൽ ഒരാളാകുവാനാണ് യേശു നമ്മളോട് പറഞ്ഞത്. ഒരമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിൻ്റെ കരച്ചിൽ ഏത് ബഹളത്തിനിടയിലും കേൾക്കാൻ പറ്റുന്നത് പോലെ നാമും ദൈവത്തിൻ്റെ ശബ്ദത്തോട് ഇണങ്ങിയതായിരിക്കണം. ഒരു കുഞ്ഞിന് തൻ്റെ പപ്പയുടെ ബൈക്കിൻ്റെ ശബ്ദം ദൂരെ നിന്ന് തിരിച്ചറിയാവുന്നത് പോലെ നാമും ദൈവത്തിൻ്റെ വചനങ്ങളെ അടുത്തറിഞ്ഞ് ഉൾക്കൊള്ളുന്നവരാകണമെന്നാണ് യേശു പറയുന്നത്. ഒരു വ്യക്തിഗത ബന്ധമുണ്ടെങ്കിലേ ഈ തിരിച്ചറിവ് ഉണ്ടാകും. ആ ബന്ധം ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് ആദ്യം പേഷ്യൻസ് അല്ലെങ്കിൽ ക്ഷമയാണ്. രണ്ടാമതായി സമയം ചിലവഴിക്കാനുള്ള മനസ്സ് അല്ലെങ്കിൽ നമ്മെ തന്നെ അവൈലബിളായി ആക്കാനുള്ള മനസ്സ്.
മൂന്നാമതായി ഫോക്കസ് അല്ലെങ്കിൽ ശ്രദ്ധ വേണം. നാലാമതായി മിണ്ടാതിരുന്ന് കേൾക്കാനുള്ള ആഗ്രഹം വേണം. ഇപ്രകാരം ദൈവത്തിൻ്റെ ദാനമായ ചെവി കൊണ്ട് ദൈവം പറയുന്ന സത്യങ്ങളെ ദൈവത്തിൻ്റെ ആഗ്രഹപ്രകാരം ക്ഷമയോടെ സമയമെടുത്ത് ശ്രദ്ധയോടെ അതീവ താല്പര്യപ്പെട്ട് കേട്ട് ഉൾക്കൊണ്ട് നമ്മുടെ ചിന്തകളെ അവ സ്വാധീനിച്ച് പ്രാവർത്തികമാക്കി ദൈവത്തോട് നിരന്തരമായി ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് പുലർത്തുവാനാണ് യേശു പറയുന്നത്. ദൈവം ഇതിനായി സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. മാരാനാഥ.